ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഇത് നോക്കൂ, ഈ പഴുത്ത മാങ്ങ കൊണ്ടുള്ള നല്ലൊരു പലഹാരമാണ്. അതായത് ഒരു 4 മണി പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പം അതിനാദ്യം ഞാൻ ഈ മാങ്ങ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഇപ്പം കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി തോല് കളഞ്ഞ് നല്ലോണം ഒന്ന് മുറിച്ചെടുത്ത് എന്നിട്ട് ആ പൾപ്പുണ്ടല്ലോ, ആ മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, അത് പൾപ്പാക്കി മാറ്റണം. അതായത് മിക്സിയിൽ അരച്ച് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം അത് ഞാൻ ആ 2 പഴുത്ത മാങ്ങ എടുത്ത് കഷ്ണാക്കി മുറിച്ചു. എന്നിട്ട് മിക്സിയിൽ അരക്കുകയാണ് ചെയ്തത്. ആ മുറിക്കുന്നതിനിടയിൽ 2-3 കഷ്ണം ഒരു മാങ്ങാക്കൊതിയും കഴിച്ചു കൂട്ടാം. ബാക്കിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അതൊന്നും പാടില്ല, ആ മാങ്ങ മാത്രം നന്നായി അരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് മിക്സിങ്ങിനായിട്ട് ചേർക്കുകയാണ്. അപ്പം ഞാനിത് ഇതിലെടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. മുഴുവൻ മൈദ എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ മൈദ അത്ര നല്ലതല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് ഒന്ന് ഇതാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. ആട്ടയായാലും മതി. പിന്നെ മൈദയാണ് ചേർക്കുന്നത്. ഒരു ബലത്തിന് പിടിക്കാൻ എളുപ്പത്തിനാണ്. അതൊരു 1/2 കപ്പ് ചേർക്കുകയാണ്. മൈദ ഇഷ്ടമുള്ളവർക്ക് അത് തന്നെ മുഴുവൻ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദയൊന്നും വേണ്ടാന്ന് വെച്ചതാണ്, കുറച്ചതാണ്. പിന്നെ റവയാണ് ചേർക്കുന്നത്. ഇത് 1 ടീസ്പൂൺ, വളരെ കുറച്ച്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണൊക്കെ ചേർത്തു. എന്നിട്ട് പഞ്ചസാര ഇതൊരു 3 ടേബിൾ സ്പൂൺ മുഴുക്കന് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ആദ്യം സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ. കുഴച്ച് അത് നല്ല ഒരു സോഫ്റ്റാക്കി മാറ്റണം. ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തത് പഞ്ചസാര ഞാനൊന്ന് കുറച്ചെടുത്തതാണ്. നന്നായി മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ എടുക്കേണ്ടി വരും കേട്ടോ. ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതേ ഈ മാങ്ങയൊക്കെ അതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഈ പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു പലഹാരമാണല്ലോ ഇത്. ഞങ്ങളിവിടെ ഇതിന് മാങ്ങ പിച്ചി എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ എന്ന് വേണമെങ്കിലും വിളിക്കാം. നല്ലൊരു പലഹാരം കേട്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ അതേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സ്പൂൺ കൊണ്ട് ഇട്ടാലും തരക്കേടൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈ ഇതിലാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കാം. ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ഇട്ടാലും തെറ്റൊന്നുമില്ല കേട്ടോ. ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്കിനി അതായി വരട്ടെ. അടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്നാവട്ടെ. ഇത് കണ്ട നമ്മൾ ആ കുട്ടിയപ്പം പഴുത്ത മാങ്ങ കൊണ്ടുള്ള കുട്ടിയപ്പാണല്ലോ. ഇത് നോക്കൂ, നന്നായി ആയി വരുന്നുണ്ട്. 2 സൈഡിലും കളറൊക്കെ വന്നു. അപ്പോൾ ആകുമ്പോൾ നമുക്ക് എടുക്കാം. പെട്ടെന്ന് വരും കേട്ടോ. അതിനൊന്നും അത്ര ഇതുണ്ട്. നമ്മൾ ചെറുതാക്കിയില്ലേ ഇടുന്നേ. അപ്പോൾ നോക്കൂ, ആയിണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഏകദേശം നമ്മൾ അന്ന് കായപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ ഒരു ഷേപ്പിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുട്ടി കായപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ, ടേസ്റ്റി ആട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു ഫ്ലേവറാണ്. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. മാങ്ങേൻ്റെ നല്ല പഴുത്ത മാങ്ങേൻ്റെ നല്ലൊരു സ്മെല്ല വരും. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്നും ഇങ്ങനെ വെള്ളമാക്കി കൊടുത്താൽ മതി. എന്നിട്ട് മിക്സിങ് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും മാങ്ങ എത്താൻ ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആയി വരട്ടെ. അപ്പം ഞാനിതെല്ലാം അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം ആ കളറ് ഇപ്പോൾ ഇതേപോലെ കളറ് വന്നാൽ തിരിച്ച് അത് ആയി കഴിഞ്ഞാൽ നമുക്കതിങ്ങോട്ട് എടുക്കാം. ഇനി അതേപോലെ ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അതേ നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള കുട്ടി അപ്പം തയ്യാറായി കേട്ടോ. വളരെ ടേസ്റ്റി ആയൊരു പലഹാരമാണ്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്ക് മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. പെട്ടെന്ന് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കയ്യിൽ വെച്ച് കഴിക്കാൻ നല്ല രസം തോന്നും. നല്ല കൗതുകമുള്ളൊരു പലഹാരം കൂടിയാണ്.
നല്ല സ്വാദേറിയ ഒരു നാടൻ പലഹാരം. അപ്പം നിങ്ങളൊക്കെ ഈ പഴുത്ത മാങ്ങയ്ക്ക് കിട്ടുമ്പം ഇങ്ങനെ ഈ കുട്ടി അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. അപ്പം ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.